ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന ലെസൻ്റെ പാർട്ട് 3 ആണ്. ഈ ലെസൺ നമ്മൾ 3 പാർട്ടുകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. 1ഉം 2ഉം പാർട്ട് കാണാത്ത കൂട്ടുകാർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാർട്ട് 3യിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ദ കോൾ ഫോർ ഹെൽപ്പ് എന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മുടെ മെയിൻ ക്യാരക്ടർ, പ്രധാന കഥാപാത്രമായ ഡിൽന ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുകയും അവിടെ നിന്ന് ഒരു ലേഡി സ്റ്റാഫ് സഹായിക്കാമെന്നും ഫയർമാൻ അവിടെ എത്തുന്നതുവരെ ഫോണിൽ തുടരാനും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ലുക്ക് ഹിയർ. റിലീഫ്, ആശ്വാസം. ഡിൽന ഹേർഡ്, ഡിൽന കേട്ടു. ദ സൈറൻ, എന്താണ് സൈറൻ? ചൂളം വിളി. ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ, ഓഫ് ദ അപ്രോച്ചിങ്. അപ്രോച്ചിങ് എന്നാൽ അടുത്തു വരുന്ന ഫയർ എഞ്ചിൻ. അടുത്തു വരുന്ന ഫയർ എഞ്ചിന്റെ സൈറൻ ഡിൽന കേട്ടു. സൂൺ, ഉടനെ. ദർ വാസ്, ഉണ്ടായി. ദർ വാസ് എ നോക്ക്, ഒരു നോക്ക്. കെനോസിക്ക് നോക്ക് എന്നാൽ മുട്ടുക എന്നർത്ഥം. സൂൺ, പെട്ടെന്ന്. ദർ വാസ് എ നോക്ക്, ഒരു മുട്ടലുണ്ടായി. അറ്റ് ദി ഡോർ, ഡോറിൽ, വാതിലിൽ. വാതിലിൽ ഒരു മുട്ടൽ ഉണ്ടായി. ദ ലേഡി ഓൺ ദി ഫോൺ, ലേഡി. ആ ലേഡി ഓൺ ദി ഫോൺ, ഫോണിലുണ്ടായിരുന്ന ലേഡി സെഡ്, പറഞ്ഞു. ഡിൽന, ഇറ്റ് ഈസ് സേഫ്. ഇറ്റ് ഈസ് സേഫ്, സുരക്ഷിതമാണ്. ടു ഓപ്പൺ ദി ഡോർ നൗ, ടു ഓപ്പൺ, തുറക്കുന്നത്. ദി ഡോർ നൗ, ടു ഓപ്പൺ, തുറക്കുന്നത്. ദ ഡോർ നൗ, ഇപ്പോൾ ഡോർ തുറക്കുന്നത് സുരക്ഷിതമാണ്. നീ ഡോർ തുറന്നോളൂ എന്നർത്ഥത്തിൽ പറഞ്ഞു. ദ ഫയർമാൻ ആർ ദേർ. ആർ ദേർ എന്നാൽ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഫയർമാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഷീ, അവൾ. റേൻ, ഓടി. ടു ദി ഡോർ, വാതിലിനടുത്തേക്ക് ഓടി. ആൻഡ്, എന്നിട്ട്. ഓപ്പൺഡ് ഇറ്റ്, അത് തുറന്നു, അതായത് വാതിൽ തുറന്നു. ടു, രണ്ട്. ഫയർമാൻ റഷ്ഡ് ഇൻ. റഷ്ഡ് ഇൻ എന്നാൽ എന്താണ് അർത്ഥം? ഓടി അകത്തേക്ക് കയറി. ടു ഫയർമാൻ റഷ്ഡ് ഇൻ, 2 ഫയർമാൻ അകത്തേക്ക് ഓടിക്കയറി. ദിൽന ലെഡ്, നയിച്ചു. ലീഡ് എന്നാൽ നയിക്കുക എന്നാണ് അർത്ഥം. ലെഡ് എന്നാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. നയിച്ചു. നയിച്ചു എന്നാൽ ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി എന്നർത്ഥം. ഡിൽന ലെഡ്, ഡിൽന കൂട്ടിക്കൊണ്ടുപോയി. ദം, അവരെ. ടു ദി ലിവിംഗ് റൂം, സ്വീകരണ മുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. കാരണം എന്താണ്? അവിടെയാണ് ഡിൽനയുടെ അമ്മ അൺകോൺഷ്യസ്, അബോധാവസ്ഥയിൽ കിടക്കുന്നത്. ഹെർ മോം, അവളുടെ അമ്മ. വാസ്, ആയിരുന്നു. സ്റ്റിൽ, ഇപ്പോഴും. ലൈങ്, കിടക്കുക. ഹെർ മോം വാസ് സ്റ്റിൽ ലൈങ്, അവളുടെ അമ്മ ഇപ്പോഴും കിടക്കുകയായിരുന്നു. ഓൺ ദി ഫ്ലോർ, എവിടെയാണ്? നിലത്ത് അല്ലെങ്കിൽ തറയിൽ ഇപ്പോഴും കിടക്കുകയായിരുന്നു. ലുക്ക് ഹിയർ. ഇവിടെ 2 ഫയർമാൻമാരെ കാണാം. അമ്മ എന്താണ്? ഇപ്പോഴും അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു, ആര്. കെയിം, വന്നു. ടു ഹെൽപ്പ്, സഹായിക്കാൻ. ഡിൽന ആൻഡ് ഐസക്, ഡിൽനയെയും ഐസക്കിനെയും സഹായിക്കാൻ ആരാണ് വന്നത്? ആ വന്നവർ ആരാണോ അവരുടെ പേര് അല്ലെങ്കിൽ അവരെ നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. ഹു, ആരാ വന്നത്? 2 ഫയർമെൻ. ശേഷിക്കുന്നതെല്ലാം അതുപോലെ എഴുതുക.
2 ഫയർമെൻ കെയും വന്നു ടു ഹെൽപ്പ് ഡിൽന ആൻഡ് ഐസക്. ഡിൽനയെയും ഐസക്കിനെയും സഹായിക്കാൻ 2 ഫയർമാൻമാർ വന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ടൈംലി തക്ക സമയത്തുള്ള, ഹെൽപ്പ് സഹായം, തക്ക സമയത്തിലുള്ള സഹായം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സമയോചിതമായ സഹായം. ദ ഫയർമാൻമാർ ചെക്ക് ചെയ്തു ഹെയർ മദർ അവളെ അമ്മയെ, ആൻഡ് എന്നിട്ട് ഗെയ്വ് നൽകി ഹെയർ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് എന്നാൽ എന്താണ്? പ്രഥമ ശുശ്രൂഷ. അപ്പോൾ ഫയർമാൻമാർ അവളെ അമ്മയെ ചെക്ക് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. സ്ലോലി സാവധാനത്തിൽ, ഷീ ഓപ്പൺഡ് അവൾ തുറന്നു, ഹെയർ ഐസ് അവളുടെ കണ്ണുകൾ തുറന്നു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ സാവധാനത്തിൽ അവൾ അവളുടെ കണ്ണുകൾ തുറന്നു. ദെൻ അപ്പോൾ ദേ ഗെയ്വ് അവർ നൽകി ഹെർ അവൾക്ക് സം വാട്ടർ കുറച്ച് വെള്ളം നൽകി. എന്തിനാണ്? ടു ഹെൽപ്പ് സഹായിക്കാൻ ഹെർ അവളെ, ഫീൽ ബെറ്റർ സുഖം പ്രാപിക്കുന്നതിന് സഹായിക്കാൻ കുറച്ച് വെള്ളം പിന്നീട് അവർ നൽകി. മോം അമ്മ ഐസക് ഷൗട്ടഡ്, ഐസക് ഉറക്കെ വിളിച്ചു, വിത്ത് ജോയ് സന്തോഷത്തോടു കൂടി ഐസക് ഉറക്കെ വിളിച്ചു. എന്താ വിളിച്ചത്? മോം അമ്മ ദീസ് പീപ്പിൾ ഈ ആളുകൾ ഹെൽപ്ഡ് സഹായിച്ചു അസ് നമ്മളെ. ഡിൽന പറഞ്ഞു. ഡിൽന എന്താ പറഞ്ഞത്? ഈ ആളുകളാണ് നമ്മെ സഹായിച്ചത്. അപ്പൊ അമ്മ എന്താ പറയുന്നത്? താങ്ക് യു, നന്ദി, നിങ്ങൾക്ക് നന്ദി. ദ മദർ സെഡ് അമ്മ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? സോഫ്റ്റ്ലി സാവധാനത്തിൽ, സ്മൈലിംഗ് ചിരിച്ചുകൊണ്ട്, അറ്റ് ദി ഫയർമാൻമാരെ നോക്കി ചിരിച്ചുകൊണ്ട് സാവധാനത്തിൽ അമ്മ പറഞ്ഞു. എന്താ പറഞ്ഞത്? താങ്ക് യു, നന്ദി, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു. വൺ ഓഫ് ദി ഫയർമാൻമാരിൽ ഒരാൾ. വൺ ഓഫ് ദി ഫയർമാൻ എന്നാൽ അർത്ഥം എന്താണ്? ഫയർമാൻമാരിൽ ഒരാൾ സെഡ് പറഞ്ഞു, ടു ദി മദർ അമ്മയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യുവർ ഡോട്ടർ നിങ്ങളുടെ പുത്രി ഡിഡ് ചെയ്തു, എ ഗ്രേറ്റ് ജോബ് വലിയ കാര്യം, നല്ല കാര്യം നിങ്ങളുടെ മകൾ ചെയ്തു. ഷീ ഈസ് അവളാണ്, എ ഹീറോ അവൾ ഒരു ഹീറോ ആണ്, ഒരു നായികയാണ്. ആഫ്റ്റർ ഹിയറിംഗ് ദീസ് വേർഡ്സ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഡിൽന ഫെൽറ്റ് ഡിൽനയ്ക്ക് തോന്നി. എന്ത് തോന്നി? ഹാപ്പി സന്തോഷം. ഡിൽന ഫെൽറ്റ് ഹാപ്പി എന്നാൽ അർത്ഥം എന്താണ്? ഡിൽനയ്ക്ക് സന്തോഷം തോന്നി, സന്തോഷമുണ്ടായി. ആക്ച്വലി യഥാർത്ഥത്തിൽ ഐ വാസ് സ്കേർഡ് ഞാൻ ഭയപ്പെട്ടു. ഡിൽന അഡ്മിറ്റഡ് ഡിൽന സമ്മതിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. ഡിൽന പറയാണ് ഐ ജസ്റ്റ് ഡിഡ് ഞാൻ ചെയ്തു. വാട്ട് ഐ ഹാഡ് ടു ഡു എന്നാൽ ചെയ്യേണ്ടത് എന്നാണ്. വാട്ട് ഐ ഹാഡ് ടു ഡു എന്നാൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തു. ദ ഫയർമാൻ സ്മൈൽഡ് പുഞ്ചിരിച്ചു, ആൻഡ് പാറ്റഡ് തടവി ഹെയർ അവളെ സാവധാനത്തിൽ തടവി, സ്നേഹത്തോടെ തടവി എന്നാണ് അർത്ഥം. നമുക്കിവിടെ 2 ചോദ്യങ്ങളുണ്ട്. നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എന്ത്, ഡിഡ് ഡു എന്നാൽ ചെയ്യുക എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് ഡു എന്ത് ചെയ്തു, ദ ഫയർമാൻമാർ ടു വേക്കപ്പ് ഉണർത്താൻ, ദർ മദർ അവരുടെ അമ്മയെ ഉണർത്താൻ ഫയർമാൻമാർ എന്താണ് ചെയ്തത്?
ഫസ്റ്റ് ആദ്യം ദേ ഗെയ്വ് അവർ നൽകി ദർ മദർ അവരുടെ അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ നൽകി. നമുക്കറിയാം വെൻ ദർ മദർ ഓപ്പൺഡ് ഹെർ ഐസ് വെൻ അപ്പോൾ ദർ മദർ ഓപ്പൺഡ് അമ്മ തുറന്നപ്പോൾ ഹെർ ഐസ് അവളുടെ കണ്ണുകൾ ദേ ഗെയ്വ് അവർ നൽകി ഹെർ അവൾക്ക് സം വാട്ടർ കുറച്ച് വെള്ളം നൽകി. എന്തിനാണ് നൽകിയത്? ടു ഹെൽപ്പ് സഹായിക്കാൻ ഹെർ അവളെ ഫീൽ ബെറ്റർ സുഖം പ്രാപിക്കുന്നതിന് അല്ലേ, പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിന് സഹായിക്കാൻ അവർ പിന്നീട് കുറച്ച് വെള്ളം നൽകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫയർമാൻ സേ? ഡിഡ് പാസ്റ്റിനെ കാണിക്കുന്നതാണല്ലോ. ഡിഡ് സേ എന്നാൽ അർത്ഥം എന്താണ്? സെഡ് എന്നാണ് അർത്ഥം, പറഞ്ഞു. വൈ എന്തുകൊണ്ട് ദ ഫയർമാൻമാർ ദാറ്റ് ഡിൽന വാസ് എ ഹീറോ അല്ലേ, ഡിൽന ഒരു ഹീറോ ആണെന്ന് എന്താ പറയാൻ കാരണം? ദ ഫയർമാൻ സെഡ് ഫയർമാൻ പറഞ്ഞു, ഡിൽന വാസ് എ ഹീറോ ഡിൽന ഒരു ഹീറോ ആണെന്ന് ഫയർമാൻമാർ പറഞ്ഞു. ബിക്കോസ് കാരണം സിമ്പിൾ ഇത് ആൻസർ ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. കാരണം എന്താണ്? ഷീ ഡിഡ് അവൾ ചെയ്തു എ ഗ്രേറ്റ് ജോബ് ഒരു വലിയ കാര്യമാണ് അവൾ ചെയ്തത്. നമ്മുടെ അവസാന ഭാഗം അവാർഡ് ഫോർ ബ്രേവറി. എന്താണ് അവാർഡ് എന്നാൽ? പാരിതോഷികം, സമ്മാനം എന്നൊക്കെയാണ് അർത്ഥം. എന്തിനുള്ള അവാർഡാണ്? ഫോർ ബ്രേവറി, ധീരതയ്ക്കുള്ള അവാർഡ്, ധീരതയ്ക്കുള്ള അവാർഡ്. അവാർഡ് ഫോർ ബ്രേവറി എന്നാൽ എന്താണ് അർത്ഥം? ധീരതയ്ക്കുള്ള അവാർഡ്. ആഫ്റ്റർ ശേഷം എ ഫ്യൂ ഡേയ്സ്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്, ഡേയ്സ് ദിവസങ്ങൾ, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദ ഫയർമാൻമാർ ഇൻവൈറ്റഡ് ക്ഷണിച്ചു ഡിൽനയെ ക്ഷണിച്ചു. എവിടത്തേക്ക് ക്ഷണിച്ചു? ടു ദി ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു. ദേ അവർ ഗെയ്വ് നൽകി ഹെർ അവൾക്ക് എൻ അവാർഡ് അവൾക്ക് ഒരു അവാർഡ് നൽകി. ഷീ ഡിഡിന്റ് റിയലി ഫീൽ, ഡിഡിന്റ് ഫീൽ എന്നാൽ തോന്നിയില്ല, റിയലി യഥാർത്ഥത്തിൽ, അവൾക്ക് യഥാർത്ഥത്തിൽ തോന്നിയില്ല, ലൈക്ക് എ ഹീറോ ഒരു ഹീറോവിനെ പോലെ യഥാർത്ഥത്തിൽ തോന്നിയില്ല. ഷീ വാസ് ഗ്ലാഡ് അവൾക്ക് സന്തോഷമുണ്ടായി. ദാറ്റ് ഷീ വാസ് ഗ്ലാഡ് അവൾക്ക് സന്തോഷമുണ്ടായി. ഹെർ മദർ വാസ് സേഫ്, ഹെർ മദർ വാസ് സേഫ് അമ്മ സുരക്ഷിതമായതിൽ അവൾക്ക് സന്തോഷമുണ്ടായി. ആസ് ദേ ലെഫ്റ്റ് ലീവ് വിടുക, ലെഫ്റ്റ് വിട്ടു. ആസ് അപ്പോൾ എന്നാണ് ഇവിടെ അർത്ഥം. ആസ് ദേ ലെഫ്റ്റ് ദി ഫയർ സ്റ്റേഷൻ അവർ ഫയർ സ്റ്റേഷൻ വിട്ടപ്പോൾ, അതായത് ഫയർ സ്റ്റേഷനിൽ നിന്നും തിരിച്ചു പോന്നപ്പോൾ, ഡിൽന ടേൺഡ് ഡിൽന തിരിഞ്ഞു, ടു ഐസക്കിന് നേരെ തിരിഞ്ഞു, ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, യു നോ നീ അറിയണം, ഇൻ എൻ എമർജൻസി എന്നാൽ അർത്ഥം എന്താണ്? അടിയന്തര സാഹചര്യത്തിൽ. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് പ്രധാനം, ടു നോ അറിയുക, വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്ന് അറിയുന്നതാണ് അടിയന്തര സാഹചര്യത്തിൽ പ്രധാനമെന്ന് ഡിൽന ഐസക്കിനോട് പറഞ്ഞു. ഇവിടെ നോക്കൂ, ഐ വിൽ ടീച്ച് യു. ഐ വിൽ എന്നതിൻ്റെ ഷോർട്ട് രൂപമാണിത്. ഐ വിൽ ടീച്ച് യു ഞാൻ നിന്നെ പഠിപ്പിക്കും. ജസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞ പോലെ, ഗ്രാൻഡ് മദർ മുത്തശ്ശി ടോട്ട് മീ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിന്നെ പഠിപ്പിക്കും. ഐസക് ലുക്ഡ് അപ്പ് ഐസക് നോക്കി, അറ്റ് ഹിസ് സിസ്റ്റർ അവന്റെ സഹോദരിയുടെ നേരെ നോക്കി, ആൻഡ് എന്നിട്ട് സ്മൈൽഡ് പുഞ്ചിരിച്ചു. താങ്ക്സ് ഡിൽന താങ്ക്സ്. യു ആർ നീയാണ് ദ ബെസ്റ്റ് ഏറ്റവും നല്ലവൾ, നീ ഏറ്റവും നല്ലവളാണെന്ന് പറയുകയും ചെയ്തു.
ഹിയർ വി ഹാവ് 3 ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങളുണ്ട്. നോക്കൂ. വൈ എന്തുകൊണ്ട്, ഡിഡ് ഇൻവൈറ്റ് എന്നാൽ അർത്ഥം എന്തായി മാറും? ഇൻവൈറ്റഡ്. എന്തുകൊണ്ട് ക്ഷണിച്ചു? ദ ഫയർമാൻമാർ ഡിൽനയെ ടു ദി ഫയർ സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് ഫയർമാൻമാർ ഡിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്? കൂട്ടുകാർക്കറിയാം. ആൻസർ നോക്കൂ. ദ ഫയർമാൻ ഇൻവൈറ്റഡ്, ക്ഷണിച്ചു. ഡിൽനയെ ക്ഷണിച്ചു. എന്തിനാ നൽകിയത്? ഗിവ് നൽകുക. ടു ഗിവ് നൽകാൻ ഹെർ അവൾക്ക് എൻ അവാർഡ് ഒരു പാരിതോഷികം ഫോർ ബ്രേവറി ധീരതയ്ക്കുള്ള ഒരു പാരിതോഷികം അഥവാ അവാർഡ് നൽകാനാണ് അവർ ഡിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ എന്തുകൊണ്ട് ഡിഡിൻറ്റ് കൺസിഡർ പരിഗണിക്കുക എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഡിഡ് നോട്ട് എന്നർത്ഥം. വൈ ഡിഡിൻറ്റ് കൺസിഡർ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഡിൽന എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഹെർസെൽഫ് അവളെ തന്നെ, എ ഹീറോ അവളെ ഒരു ഹീറോ ആയി അവൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? എന്തുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നത്? ഡിൽന ഡിഡിൻറ്റ് റിയലി ഫീൽ എന്നാൽ തോന്നുക എന്നാണ് അർത്ഥം. ഡിഡിൻറ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നിയില്ല. ഡിൽന ഡിഡിൻറ്റ് ഫീൽ, ഡിൽനയ്ക്ക് തോന്നിയില്ല. റിയലി യഥാർത്ഥത്തിൽ ഡിൽനയ്ക്ക് തോന്നിയില്ല. ലൈക്ക് എ ഹീറോ, ലൈക്ക് പോലെ, എ ഹീറോ ഒരു ഹീറോവിനെ പോലെ യഥാർത്ഥത്തിൽ ഡിൽനയ്ക്ക് തോന്നിയില്ല. നോക്കൂ. ഷീ വാസ് ഗ്ലാഡ് അവൾ സന്തോഷിച്ചു. ദാറ്റ് ഹെർ മദർ വാസ് സേഫ് അവളുടെ അമ്മ സുരക്ഷിതമായതിൽ അവൾ സന്തോഷിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ലെസൺ എന്ത് പാഠമാണ്? ഡിഡ് ലേൺ എന്നാൽ ലേൺഡ് എന്നാണ് അർത്ഥം. എന്ത് പാഠമാണ് ഡിഡ് യു ലേൺ നിങ്ങൾ പഠിച്ചത്? ഫ്രം ദ സ്റ്റോറി കഥയിൽ നിന്ന് നിങ്ങൾ എന്തു പാഠമാണ് ഉൾക്കൊണ്ടത് അഥവാ പഠിച്ചത്? ഐ ലേൺഡ് ഞാൻ പഠിച്ചു. ഫ്രം ദ സ്റ്റോറി കഥയിൽ നിന്ന്. ദാറ്റ് എന്തെന്നാൽ എന്നാ പഠിച്ചത്? വി ഷുഡ് നോ അറിയുക. വി ഷുഡ് നോ നമ്മൾ അറിയണം. വാട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന്. ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ അടിയന്തര സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയണം എന്നതാണ് നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലെസണിൽ നിന്ന് പഠിച്ചത്. കൂട്ടുകാർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്.